പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുഹൃത്തും ശതകോടീശ്വരനുമായ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്ത വാർത്ത കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുറത്തു വരുന്നത്. ഇന്നുൾപ്പെടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ആ ഒരൊറ്റ സംഭവം മൂലം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ LICക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടം 12,000-ഓളം കോടി രൂപയാണ് എന്നാണ് ഇപ്പോൾ മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നത്. ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയുടെ വെബ്സൈറ്റിൽ വന്നൊരു വാർത്തയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ പറയുന്നത്, അദാനിയുടെ ഓഹരികളിലുണ്ടായ ഇടിവ് മൂലം LIC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്, സാധാരണക്കാരുടെ പണം കൊണ്ട് നിർമ്മിച്ചെടുത്ത പൊതുമേഖലാ സ്ഥാപനത്തിനുണ്ടായ നഷ്ടം 12,000 കോടി രൂപയാണെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമി മാത്രമല്ല, ദേശീയ മാധ്യമവും ധനകാര്യ വിഷയങ്ങളിൽ കൃത്യമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ സ്ഥാപനവുമായ മിന്റും സമാനമായ രീതിയിൽ LICക്ക് 12,000-ഓളം കോടി രൂപയുടെ നഷ്ടം ഈ ഓഹരി ഇടിവ് മൂലം ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് കാരണം അദാനിയുടെ ഇപ്പോൾ കേസിൽപ്പെട്ട അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനി ഉൾപ്പെടെ അദാനിയുടെ 7ഓളം കമ്പനികളിൽ LIC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് ഭീമമായ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദാനിയുടെ എല്ലാ കമ്പനികളുടെയും ഓഹരി, അംബുജ സിമന്റ്സ് ഉൾപ്പെടെയുള്ള അദാനിയുടെ കമ്പനികളുടെ ഓഹരി ഗണ്യമായി ഇടിയാൻ തുടങ്ങിയതോടെ LIC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് മാത്രം സംഭവിച്ചിരിക്കുന്ന നഷ്ടം 12,000 കോടി രൂപയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അദാനിക്ക് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന അമേരിക്കയിലെ ഈ കേസിന് ഒരു വ്യക്തമായ ഇന്ത്യൻ ബന്ധമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ നടത്തിയ അഴിമതി ഇടപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നെ. ഈ വിഷയത്തിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ധനകാര്യ വിദഗ്ധനുമായ ഡോക്ടർ തോമസ് ഐസക് ഒരു കുറിപ്പ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പിൽ അദ്ദേഹം കൃത്യവും ലളിതവുമായി ഈ കേസിന്റെ വിവരങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ആ കുറിപ്പ് ഒന്ന് പരിശോധിക്കാം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: അദാനി വീണ്ടും കുഴിയിൽ. ഇന്ന് മാർക്കറ്റ് തുറക്കേണ്ട താമസം അദാനിയുടെ സ്റ്റോക്കുകളെല്ലാം താഴേക്ക് കൂപ്പുകുത്തി. 1 മണിക്കൂറിനുള്ളിൽ 15 മുതൽ 20% വരെയാണ് ഓഹരികളിലെ വില ഇടിഞ്ഞത്. ന്യൂയോർക്കിലെ ഒരു കോടതി അദാനിയെയും അടുത്ത ബന്ധുവും അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സാഗർ അദാനിയെയും മറ്റ് 7 ഉദ്യോഗസ്ഥരെയും ചാർജ് ഷീറ്റ് ചെയ്തിരിക്കുകയാണ്. ഹാജരായില്ലെങ്കിൽ അറസ്റ്റുമുണ്ടാകും. ലോകത്തെ 18ാമത്തെയും ഇന്ത്യയിലെ 2ാമത്തെയുമായ ശതകോടീശ്വരനെ സംബന്ധിച്ച ഈ വാർത്തയാണ് ഓഹരി കമ്പോളത്തെ പിടിച്ചുകുലുക്കിയത്. കൗതുകകരമായ കാര്യം, അദാനി കമ്പനി ഇന്ത്യയിൽ കൊടുത്ത കൈക്കൂലിക്കാണ് അമേരിക്കയിൽ കേസെടുത്തിരിക്കുന്നത്. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് 12 ജിഗാവാട്ടിന്റെ സോളാർ വൈദ്യുതി കരാർ ഇന്ത്യ സർക്കാരിൽ നിന്നും തട്ടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് 2,200 കോടി രൂപ കൈക്കൂലി നൽകി. ഇതിൽ അമേരിക്കയ്ക്ക് എന്താണ് ഛേദമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. സർക്കാരിൻ്റെ ഓർഡർ ലഭിച്ചതോടെ അദാനി ഗ്രീൻ എനർജി കമ്പനിയുടെ അടുത്ത 2 പതിറ്റാണ്ട് കൊണ്ട് 16,000 കോടി രൂപ ലാഭം ഉറപ്പായി. ഇത് പൊലിപ്പിച്ച് കാണിച്ചാണ് ഈ കമ്പനി അമേരിക്കൻ ബോണ്ട് മാർക്കറ്റിൽ നിന്ന് വലിയ തോതിൽ നിക്ഷേപം സ്വീകരിച്ചത്. അങ്ങനെ അദാനി അമേരിക്കൻ നിക്ഷേപകരെ കബളിപ്പിച്ചു എന്നതാണ് കേസ്. എന്തൊക്കെയാണ് നാം കേൾക്കുന്നത്? മോദിയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് അദാനി. അദാനിയുടെ ഉദയവും വളർച്ചയും മോദിയുടെ കൈത്താങ്ങിലായിരുന്നു. ഹിൻഡൻബർഗ് റിപ്പോർട്ട് സൃഷ്ടിച്ച തകർച്ചയിൽ നിന്നും രക്ഷപ്പെടുത്തിയതും മോദി തന്നെ. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളും അജ്ഞാത സവറിൻ നിക്ഷേപകരും ഇടപെട്ടാണ് തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തിയ ഓഹരി വിലകളെ അന്ന് ഉയർത്തിയത്. പക്ഷേ ഈ അദാനിക്ക് പോലും സോളാർ കരാർ കിട്ടാൻ കാണേണ്ടവരെയൊക്കെ കാണേണ്ടതുപോലെ കാണേണ്ടി വന്നു. 2,200 കോടി രൂപയാണ് കൈക്കൂലി നൽകിയത്. ഇതിൽ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. മോദി ഭരണം രാജ്യഭരണത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കിയിരിക്കുന്നു. അമേരിക്കൻ റെഗുലേറ്റർമാരെ മാത്രമല്ല അദാനി കബളിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ സെബിയെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റികളോടും ഇതേ കള്ളം പറഞ്ഞു. എന്തെങ്കിലും നടപടി ഈ റെഗുലേറ്റർമാർ എടുക്കുവാൻ തയ്യാറാകുമോ? ഹിൻഡൻബർഗ് ആരോപണങ്ങളുടെ മേൽ അടയിരിക്കുന്നത് സെബിയാണ്. അതിൻ്റെ മേധാവി മാധവി ബുച്ചിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടും അവരെ മോദി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ വീണുകൊണ്ടിരിക്കുന്ന കുഴിയിൽ നിന്നും അദാനിക്ക് കരകയറുക അത്ര എളുപ്പമല്ല. കാരണം കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ കോടതിയിലാണ്. ട്രംപിന്റെ ചെൽപ്പടിക്കാർ അല്ലാത്ത ഒട്ടേറെ ജഡ്ജിമാർ അമേരിക്കൻ നീതിന്യായ സ്ഥാപനങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ കോടതികളിൽ ഇടപെട്ട് അദാനിമാരെ സംരക്ഷിക്കുന്നത് പോലെ രാഷ്ട്രീയക്കാർക്ക് അമേരിക്കൻ കോടതികളിൽ ഇടപെടുക അത്ര എളുപ്പമായിരിക്കില്ല. അതായത് ഇന്ത്യയിൽ 2200ഓളം കോടി രൂപ അഴിമതിയായി കൈക്കൂലിയായി നൽകിയാണ് അദാനി ഈ സൗരോർജ പദ്ധതിക്കായ റൈറ്റുകൾ നേടിയെടുത്തത് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തി എന്ന അടിസ്ഥാനത്തിലാണ് അമേരിക്കയിൽ ഇപ്പോൾ 2 കേസുകൾ അദാനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അദാനിക്കെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത വാർത്ത പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ്. അതിന് പിന്നാലെ ഇന്ന് ഓഹരി വിപണി പ്രവർത്തനം ആരംഭിച്ച മണിക്കൂറുകൾക്കകം നിമിഷങ്ങൾക്കകം തന്നെ അദാനിയുടെ ഓഹരികൾ ഇടിയാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായാണ് LICക്ക് ഇപ്പോൾ 12,000ഓളം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. LIC മാത്രമല്ല, അദാനിയുടെ ഓഹരികളിൽ അല്ലെങ്കിൽ അദാനിയുടെ കമ്പനികളിൽ നിക്ഷേപമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഈ ഓഹരി ഇടിവ് മൂലം സംഭവിച്ചിരിക്കുന്ന നഷ്ടം കണക്കാക്കുമ്പോൾ അത് ആയിരക്കണക്കിന് കോടി വരും എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ സംഭവത്തിൻ്റെ ഇന്ത്യൻ മാനങ്ങൾ ഡോക്ടർ തോമസ് ഐസക് കൃത്യമായി വിശദീകരിക്കുന്നുണ്ടായിരുന്നു.